കർണാടകയിൽ ഡി.കെ. ശിവകുമാറിനെ അനുനയിപ്പിക്കാൻ പുതിയ വാഗ്ദാനവുമായി സിദ്ധരാമയ്യ രംഗത്ത് വന്നിരിക്കുകയാണ്. 2027 മുഖ്യമന്ത്രിയാക്കാമെന്ന് ഡി.കെ. ശിവകുമാറിനെ അറിയിച്ചേക്കും. ഇന്ന് നടക്കുന്ന ചർച്ചയിൽ ഇക്കാര്യം അറിയിക്കുമെന്നാണ് വിവരം. തൗഫീഖ് അസ്ലമുണ്ട് വിവരങ്ങൾ നൽകാനായി. തൗഫീഖ, കർണാടകയിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടരുകയാണ്. ഹൈക്കമാൻഡ് ഇടപെട്ടൊരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവരെയും ഡൽഹിയിലേക്ക് വിളിപ്പിക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. അതിനിടയിലാണ് ഒരു പുതിയ പരിഹാര ഫോർമുല സിദ്ധരാമയ്യ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് 2027 വരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് സിദ്ധരാമയ്യ തുടരും. അതിനുശേഷം ഡി.കെക്ക് കൊടുക്കാമെന്നുള്ള ആ ഒരു ഫോർമുല എനിക്ക് തോന്നുന്നു ഡി.കെ. ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം അത്ര സ്വീകാര്യമാകാനിടയില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി തുടർ ചർച്ചകൾ നടക്കുമോ? ജിൽസി, അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ സിദ്ധരാമയ്യയും അതോടൊപ്പം തന്നെ ഡി.കെ. ശിവകുമാറും തമ്മിലുള്ള കൂടിക്കാഴ്ച ആരംഭിക്കും. ACC നേതൃത്വത്തിന്റെ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് രാവിലെ ഇരുവരും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ ഒരു സമവായത്തിലേക്ക് എത്താൻ സാധിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഇതിനോടകം തന്നെ ഹൈക്കമാൻഡ് ഇരു നേതാക്കൾക്കും നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൂടിക്കാഴ്ച ചേരുന്നത്. ആ കൂടിക്കാഴ്ചക്ക് മുന്നോടിയായിട്ടുള്ള കുറച്ച് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ഈ കൂടിക്കാഴ്ചയിലായിരിക്കും സിദ്ധരാമയ്യ ഡി.കെ. ശിവകുമാറിനോട് ഇക്കാര്യം ആവശ്യപ്പെടുക. 2027 വരെ താൻ തന്നെ മുഖ്യമന്ത്രിയായി തുടരും. അതിനുശേഷം ഒരു വർഷം 2028 അവിടെ തെരഞ്ഞെടുപ്പ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് 27 മുതൽ 28 വരെ ഒരു വർഷത്തേക്ക് ഡി.കെ. ശിവകുമാറിനെ മുഖ്യമന്ത്രിയായി തുടരാം എന്നുള്ളൊരു ഫോർമുലയായിരിക്കും സിദ്ധരാമയ്യ ഡി.കെ. ശിവകുമാറിന് മുന്നിൽ വെക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഡി.കെ. ശിവകുമാറിന്റെ അനുയായികളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താം എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ സിദ്ധരാമയ്യ മുന്നോട്ട് വെക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് ഒരു മന്ത്രിസഭ പുനഃസംഘടന നടത്തിക്കൊണ്ട് ഡി.കെ. ശിവകുമാറിന്റെ കുറെ കൂടി അനുയായികളെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താം എന്നുള്ളൊരു വാഗ്ദാനവും കൂടി ഡി.കെ. ശിവകുമാറിന് നൽകിക്കൊണ്ട് ഒരു തൽക്കാലത്തേക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാനായിട്ടാണ് ഇപ്പോൾ ആലോചിക്കുന്നത് എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ യോഗം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ആ കൂടിക്കാഴ്ച ആരംഭിക്കും. പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടായിരിക്കും ആ കൂടിക്കാഴ്ച ആരംഭിക്കുമെന്നാണ് നിലവിൽ കർണാടകയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ആ കൂടിക്കാഴ്ചയിലായിരിക്കും സിദ്ധരാമയ്യ ഇക്കാര്യം ഡി.കെ. ശിവകുമാറിനെ അറിയിക്കുക. ഡി.കെ. ശിവകുമാർ അത് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ അറിയേണ്ടത്. അങ്ങനെ ആ ഒരു ഫോർമുല ഡി.കെ. ശിവകുമാർ അംഗീകരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന് ഇന്നത്തോടുകൂടി ഒരു പരിഹാരമാകും. അതോ ഇനി പരിഹാരമാകാതെ അത് വീണ്ടും നീണ്ടുപോവുകയാണെങ്കിൽ ഇരു നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ദേശീയ നേതൃത്വം തന്നെ ഹൈക്കമാൻഡ് തന്നെ ആ വിഷയത്തിൽ ചർച്ചകൾ നടത്തുമെന്നാണ് നിലവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും സിദ്ധരാമയ്യ ഡി.കെ. ശിവകുമാറിനോട് പറയുക. അതായത് അടുത്ത വർഷം കൂടി സിദ്ധരാമയ്യ തന്നെ തുടരും. 2027 ഡി.കെ. ശിവകുമാർ മുഖ്യമന്ത്രിയായി വരികയും 2028 തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ ഡി.കെ. ശിവകുമാറിനെ മുന്നിൽ നിർത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള കാലം, അതായത് ഇനിയിപ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെല്ലാം ഡി.കെ. ശിവകുമാർ തന്നെയായിരിക്കും മുഖ്യമന്ത്രി. ആ ഒരു നിലയിലേക്കുള്ള ഒരു ഫോർമുല വെക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം.